ചരമമടഞ്ഞ ചരമഗീതം പാടേണ്ട ഒരു അധ്യായത്തിന്റെ പേരുമല്ല ബാബരി എന്ന് പറയുന്നത്. ഇവിടെ നീതിബോധമുള്ള ആളുകൾ, ഇവിടത്തെ ഭരണഘടനയിൽ വിശ്വാസമുള്ള ആളുകൾ, ഇവിടെ മുസ്ലിം സമൂഹത്തിനെതിരിൽ നിർവഹിച്ചു പോരുന്ന അനീതിക്കെതിരിൽ ഐക്യദാർഢ്യപ്പെടുന്ന ആളുകൾ, അവരൊക്കെയും ഒത്തുചേർന്നുകൊണ്ട് ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ, അനീതിക്കിരയാക്കപ്പെട്ടവർ, വിവേചനങ്ങൾക്കിരയാക്കപ്പെട്ടവർ, അവരൊക്കെയും കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഇന്ത്യയിൽ ശക്തിപ്പെട്ടു വരുന്ന ഹിന്ദുത്വ വംശീയ പ്രത്യയശാസ്ത്രത്തിനെതിരിലുള്ള സമരസമില്ലാത്ത, സമരസപ്പെടാത്ത പുതിയ സമരങ്ങളും പോരാട്ടങ്ങളും തുറക്കുന്നതിന്റെ വാതായനത്തിന്റെ ആ ഡോറിന്റെ പേരുകൂടിയാണ് പ്രിയമുള്ളവരെ ബാബരി എന്ന് പറയുന്നത്. നവംബർ 30 അലഹബാദ് ഹൈക്കോടതി വിധി വന്നു. അലഹബാദ് ഹൈക്കോടതി വിധി വന്നതിന്റെ പിറ്റേന്ന് അന്നത്തെ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്, ബഹുമാന്യനായ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള കെ സുഹേൽ സാഹബ്, അദ്ദേഹം ഇംഗ്ലീഷിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ആ ലേഖനത്തിന്റെ തലക്കെട്ട് എന്താണെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് മസ്റ്റ് ബി ബ്ലൈൻഡ് നോട്ട് ഡംബ് ആൻഡ് ഡഫ് എന്നുള്ളതാണ്. നീതി എന്ന് പറയുമ്പോൾ നീതി ദേവതയുടെ ഒരു ചിത്രം പ്രതീകാത്മകമായി നമ്മൾ കാണാറുണ്ട്. ആ നീതി ദേവതയുടെ കണ്ണുകൾ ഇങ്ങനെ കെട്ടിയിരിക്കുകയാണ്. കണ്ണ് കെട്ടിയിരിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ നിഷ്പക്ഷമായ നീതി പറയണം, നീതി നിർവഹിക്കണം. അതുകൊണ്ട് നീതിയുടെ നിർവഹണം എന്ന് പറയുന്നത് ബ്ലൈൻഡ് ആയിരിക്കണം. പക്ഷേ അലഹബാദ് ഹൈക്കോടതി ബ്ലൈൻഡായി എന്ന് മാത്രമല്ല, അലഹബാദ് ഹൈക്കോടതി വിധി ഒരേ സമയം ബധിരമായിരുന്നു, മൂകമായിരുന്നു സത്യത്തിന് നേർക്ക് എന്നന്നേ തന്നെ ഈ പ്രസ്ഥാനങ്ങൾ ഇവിടെ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അപ്പൊ 3 പേർക്ക് നീതിയുടെ ഭാഷയിലല്ലാതെ ഒത്തുതീർപ്പിന്റെ ഭാഷയിൽ ഇവിടുത്തെ നീതിന്യായ സംവിധാനം സംസാരിക്കുകയാണ്. ബാബരി മസ്ജിദ് വിഷയത്തിലുള്ള സുപ്രീം കോടതി വിധിക്ക് ശേഷം ജനുവരി 22-ാം തീയതി ആ പള്ളി തകർത്ത ഭൂമിയിലെ അവിടെ പടുത്തുയർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ വിവാദ ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും RSSന്റെ സർസംഘചാലക് മോഹൻ ഭഗവതും UP മുഖ്യമന്ത്രി ആദിത്യനാഥും അടക്കമുള്ളവർ ചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രാണപ്രതിഷ്ഠയും അവിടെ നടന്നു കഴിഞ്ഞു. ഇവിടെ അമീൻ ഹസൻ സൂചിപ്പിച്ചതുപോലെ എന്നിട്ടും എന്തിനാണ് ഇതൊക്കെ കഴിഞ്ഞല്ലോ, രാഷ്ട്രീയമായി അല്ലെങ്കിൽ ഭൗതികമായി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഫൈസാബാദിൽ പോയാൽ, അയോധ്യ എന്ന പേര് ഞാൻ ബോധപൂർവം ഉപയോഗിക്കുന്നില്ല, ഫൈസാബാദ് എന്ന് തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ ഫൈസാബാദിൽ പോയാൽ ബാബരി മസ്ജിദ് എന്ന ആരാധനാലയത്തിൻ്റെ ഒരു ഇഷ്ടിക കല്ല് പോലും അവിടെ നിന്ന് പെറുക്കിയെടുക്കുവാൻ ബാക്കിയില്ല. നിയമപരമായി പ്രാദേശിക കോടതിയിൽ നിന്ന് ആരംഭിച്ച് സുപ്രീം കോടതി വരെ എത്തിയ നിയമ വ്യവഹാരം അതും ഇനി റീഓപ്പൺ ചെയ്യാനാവാത്ത വിധത്തിൽ ക്ലോസ് ചെയ്യപ്പെട്ട ഒരു സംഗതിയാണ്. പിന്നെയും എന്തിനാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് ഇങ്ങനെ ബാബരിയെ ഓർത്തുകൊണ്ട് 92 ഡിസംബർ 6 ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ സമൂഹമധ്യത്തിൽ നടത്തുന്നത് എന്ന ചോദ്യം ഒരുപക്ഷെ ഉയർന്നു വന്നേക്കാം. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മനസ്സിലാക്കുന്നത്, അനീതിയുടെ ചരിത്രങ്ങൾ അത് മറപ്പിക്കുക എന്ന് പറയുന്നത് അനീതിയുടെ വക്താക്കളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിട്ടുള്ള ഒരു ആവശ്യമാണ്. നിങ്ങളതൊക്കെ മറക്കണം എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുക. ഫലസ്തീനെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. ജോ ബൈഡൻ, അദ്ദേഹത്തിൻ്റെ മുൻഗാമികളായിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റുമാർ, ബെഞ്ചമിൻ നെതന്യാഹു, അയാളുടെ മുൻഗാമികളായിട്ടുള്ള ഇസ്രായേലിൻ്റെ ഭരണാധികാരികൾ, ഇവർക്ക് ഓശാന പാടിക്കൊണ്ടിരിക്കുന്ന ലോകത്തെ സകല ഭരണാധികാരികളും, അവരൊക്കെയും പലപ്പോഴും പറയാറുള്ള സംഗതിയാണ്, 948 ഐക്യരാഷ്ട്രസഭ ഔദ്യോഗികമായി തന്നെ ഇസ്രായേലിനെ അംഗീകരിച്ചിരിക്കുന്നു. നിങ്ങളെന്തിനാണ് പഴയതിനെക്കുറിച്ച് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്.
അപ്പൊ അനീതിയും വിവേചനങ്ങളും അടിച്ചേൽപ്പിക്കുന്നവരുടെ ആവശ്യമാണ് അത് സമൂഹത്തിൽ വിസ്മൃതിയിലേക്ക് ചവിട്ടി താഴ്ത്തുക എന്നുള്ളത്, അവർ ചെയ്ത അനീതികൾ. അതേസമയം അതിജീവനത്തിന് വേണ്ടി പോരാടുന്നവരുടെ ആവശ്യമാണ് തങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട അനീതികളെക്കുറിച്ച് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുക എന്നുള്ളതും. അത് ഓർമ്മിക്കുക എന്നുള്ളതും അത് സമൂഹത്തിന് മുമ്പാകെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതും അനീതി അടിച്ചേൽപ്പിക്കപ്പെട്ടവരുടെ ആവശ്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, ഈ അടിച്ചേൽപ്പിക്കപ്പെട്ട അനീതികൾ സ്വാഭാവികതയിലേക്ക് വരികയാണ്. നേരത്തെ ശശി തരൂരിന്റെ വിഷയം ഇവിടെ സൂചിപ്പിച്ചു. അദ്ദേഹം എത്ര സ്വാഭാവികതയുടെ ഒരു ഭാഷയിലാണല്ലോ അദ്ദേഹം സംസാരിക്കുന്നത്. അത് ശ്രീരാമന്റെ ജന്മസ്ഥലമാണ് എന്ന് ഇവിടുത്തെ ഹിന്ദു സമൂഹം വിശ്വസിക്കുന്നു. വിശ്വാസപരമായി അദ്ദേഹത്തിന്റെ ഒരു പോയിന്റ്. കോടതി അതിൽ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു. നിയമത്തിന്റെ ഭാഷയിൽ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പോയിന്റ്. ഞാനൊരിക്കലും ജയ് ശ്രീറാം എന്ന് പറയുന്നില്ല, മറിച്ച് സിയാവർ ശ്രീരാമചന്ദ്രൻ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. രാഷ്ട്രീയമായ ഭാഷയിൽ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ പോയിന്റ്. അപ്പൊ അദ്ദേഹവും ഇതിനെ നിങ്ങൾ വളരെ നോർമലായി കാണണം. നിങ്ങൾ ഇനിയും നിങ്ങൾ ഇതിന്റെ പിറകെ ഇങ്ങനെ ചർച്ച ചെയ്ത് സമയം കളയരുത് എന്നാണ് പറയുന്നതെങ്കിൽ, മുസ്ലിം സമൂഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഇത് ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും എന്ന ഒരു പ്രഖ്യാപനം കൂടിയാണ് കുറ്റ്യാടിയിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ പൊതുപരിപാടി എന്ന് പറയുന്നത്. അപ്പൊ ഈ നോർമലൈസേഷന് നമ്മൾ ബാബരി മസ്ജിദിന് വിട്ടുകൊടുക്കുകയില്ല. ഞാനിപ്പോ തലശ്ശേരിക്കാരനാണ്. ഞാൻ അംഗമായിട്ടുള്ള ഒരു തലശ്ശേരി കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പുണ്ട്. ഒരു ഫേസ്ബുക്കിലൊരു ഗ്രൂപ്പാണ്. ഏതാണ്ട് 2 ലക്ഷത്തോ ഒരു വലിയൊരു സംഖ്യ, കൃത്യമായ എണ്ണം ഞാൻ ഓർക്കുന്നില്ല, ഒരുപാട് അംഗങ്ങളുള്ള പല വിധത്തിലുള്ള ആളുകളുള്ള ഒരു ഗ്രൂപ്പ്. അപ്പൊ അതിൽ ഈ ജനുവരി 22-ാം തീയതി രാവിലെ മുതൽ കാണുന്ന കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ, ശ്രീരാമചന്ദ്രന്റെ ഹിന്ദു സമൂഹം ആരാധിക്കുന്ന ശ്രീരാമന്റെ ചിത്രം ഇങ്ങനെ ഒരുപാട് ആളുകൾ പോസ്റ്റ് ചെയ്യുകയും അതിനു മുകളിൽ ആളുകൾ ഈ ജയ് ശ്രീറാം എന്ന ഒരു മുദ്രാവാക്യം ഇങ്ങനെ എഴുതിപ്പിടിപ്പിച്ച് ഒരുപാട് പല വിധത്തിലുള്ള ആളുകൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുകയാണ്. അപ്പൊ പെട്ടെന്ന് ആ ഗ്രൂപ്പിൽ ഒരു റാസിഖ് എന്ന പേരുള്ള ഒരു യുവാവ് വന്നിട്ട് ബാബരി മസ്ജിദിന്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്ത് അതിന് മുകളിൽ അല്ലാഹു അക്ബർ എന്ന് എഴുതി. അത് പോസ്റ്റ് ചെയ്ത് 5 മിനിറ്റ് കൊണ്ട് അതേവരേക്കും പോസ്റ്റ് ചെയ്യപ്പെട്ട ഈ ജയ് ശ്രീറാമുമായി ബന്ധപ്പെട്ട സകല പോസ്റ്റുകളും അഡ്മിൻ ഇടപെട്ട് ഡിലീറ്റ് ചെയ്യുകയാണ്. ഈ ബാബരി മസ്ജിദിന്റെ ഫോട്ടോ അടക്കം ഡിലീറ്റ് ചെയ്തു. അപ്പൊ എന്ന് പറഞ്ഞാൽ കപടമായ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, ചരിത്രത്തെ നിരാകരിച്ചുകൊണ്ട്, കേവല വിശ്വാസത്തിന്റെ പുറത്ത് ഈ നാട്ടിലെ മുസ്ലിം സമൂഹം നൂറ്റാണ്ടുകൾ അവരുടെ ആരാധനാകർമ്മങ്ങൾ നിർവഹിച്ചു പോന്നിരുന്ന ഒരു പള്ളി അന്യായമായി കയ്യേറുകയും അത് പരിപൂർണമായി തകർക്കുകയും ചെയ്ത ഒരു വലിയ സാമൂഹിക കുറ്റകൃത്യത്തെ നോർമലൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഇടപെടലുകൾക്കിടക്ക് ബാബരിയുടെ മിനാരങ്ങൾ ആ ഗ്രൂപ്പിൽ പൊങ്ങിയപ്പോൾ അതൊക്കെയും പിൻവലിക്കേണ്ടി വരുന്ന ഒരു സമ്മർദ്ദം ആ ആളുകൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇത്തരത്തിൽ ഈ ബാബരി ധ്വംസന വിഷയത്തെയും ആ വിവാദ മന്ദിരത്തെയും ആ വിവാദ മന്ദിരത്തിന്റെ നിർമ്മാണത്തെയും അതിനെ നോർമലൈസ് ചെയ്യുവാൻ നമ്മൾ അനുവദിക്കുകയില്ല എന്ന സാമൂഹികമായ ഇടപെടലിന്റെ, രാഷ്ട്രീയമായ ഇടപെടലിന്റെ ഒരു പ്രഖ്യാപനം കൂടിയാണ് ഇത്തരത്തിലുള്ള ബാബരി ഓർമ്മകൾ എന്ന് പറയുന്നത്. തീർച്ചയായും റിപ്പബ്ലിക് ദിനത്തിന്റെ അന്നാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ അഡ്വക്കേറ്റ് അമീൻ ഹസൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ട്, റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ 1947 ഓഗസ്റ്റ് 15 രാജ്യം സ്വതന്ത്രമായി, 50 ജനുവരി 26 രാജ്യത്ത് സ്വന്തമായി ഒരു ഭരണഘടന നിലവിൽ വന്ന് ഈ രാജ്യത്തെ പൗരന്മാർക്ക് അവരേത് ഭാഷ സംസാരിക്കുന്നവരായാലും, അവരേത് മതവിശ്വാസത്തിൽ വിശ്വാസം പുലർത്തുന്നവരായാലും, അവരേത് പ്രദേശത്തു നിന്ന് വന്നവരായാലും, അവർക്കൊക്കെയും ഭരണഘടനയുടെ 1-ാമത്തെ പേജിൽ തന്നെ
നീതിയും സ്വാതന്ത്ര്യവും സമത്വവും വാഗ്ദാനം ചെയ്തുകൊണ്ട് നിലവിൽ വന്ന ഒരു രാജ്യമാണല്ലോ ഇന്ത്യ എന്ന് പറയുന്നത്. ആ രാജ്യത്ത് ഇത്തരത്തിലുള്ള ജസ്റ്റിസും ഇക്വാലിറ്റിയും ഫ്രറ്റേണിറ്റിയും അതുമായി ബന്ധപ്പെട്ട ഭരണഘടനാ താല്പര്യങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ജനാധിപത്യം എന്ന ഒരു ഭാവന ഇവിടെ കാലങ്ങളായി നിലവിലുള്ളത്. അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ അതിനെ താങ്ങി നിർത്തുന്ന പില്ലറുകൾ, സ്തംഭങ്ങൾ, തൂണുകൾ എന്ന നിലക്ക് നമ്മൾ ചെറുപ്പം മുതലേ പരിചയപ്പെട്ട് വന്നിട്ടുള്ള 3 സ്തംഭങ്ങളാണല്ലോ ഇവിടത്തെ എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും അതേപോലെ തന്നെ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. അതോടൊപ്പം നമ്മൾ പലപ്പോഴും ആലങ്കാരികമായി ഇവിടത്തെ ജനാധിപത്യത്തിന്റെ 4ാമത്തെ തൂണായിട്ട് മാധ്യമങ്ങളെയും പരിചയപ്പെടുത്താറുണ്ട്. പക്ഷേ പുതിയ കാലത്ത് ജനാധിപത്യത്തെ താങ്ങി നിർത്തുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഈ 4 സ്തംഭങ്ങൾക്കും റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് 4ഉം അതിന്റെ ധർമ്മങ്ങൾ, അതൊരു പൗരസമൂഹത്തിൽ നിർവഹിക്കേണ്ട ധർമ്മങ്ങൾ സൗകര്യപൂർവ്വം മറന്നുകൊണ്ട് 4ഉം ഒരേ ദിശയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലെജിസ്ലേച്ചർ പിഴച്ചു പോകുമ്പോൾ, ഇവിടുത്തെ ലെജിസ്ലേച്ചർ തെറ്റായ വഴിയിലൂടെ പോകുമ്പോൾ അതിനെ തിരുത്താനുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ എക്സിക്യൂട്ടീവിനും ജുഡീഷ്യറിക്കുമുണ്ട്, ഇവിടുത്തെ മീഡിയക്കുണ്ട്, ഇവിടുത്തെ മാധ്യമങ്ങൾക്കുണ്ട്. ഇനി ഇവിടുത്തെ എക്സിക്യൂട്ടീവാണ് തെറ്റായ ദിശയിലേക്ക് പോകുന്നതെങ്കിൽ അതിനെ തിരുത്തുവാനും അതിന് മൂക്ക് കയറിടുവാനും ഉള്ള ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇവിടുത്തെ ലെജിസ്ലേച്ചറിനും അതേപോലെ തന്നെ ഇവിടുത്തെ ജുഡീഷ്യറിക്കുമാണ്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടുത്തെ ലെജിസ്ലേച്ചറും ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും 3ഉം തെറ്റായ പാതയിലേക്കാണ് പോകുന്നതെങ്കിൽ ഇത് 3നെയും തിരുത്താനുള്ള ധർമ്മം ഇവിടുത്തെ മാധ്യമങ്ങൾക്കുണ്ട്. പക്ഷേ 2014 ശേഷം പ്രത്യേകിച്ച് നരേന്ദ്രമോദി എന്ന വംശവെറിയനായ ഒരു ഭരണാധികാരി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റതിന് ശേഷം റിപ്പബ്ലിക് ഓഫ് ഇന്ത്യക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പരിണാമങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ ലെജിസ്ലേച്ചറും ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും മീഡിയയും ഒരേ വഴിയിൽ, ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവിന്റെ മാത്രം വഴിയിൽ ഒരു തിരുത്തൽ ധർമ്മങ്ങളും നിർവഹിക്കാതെ പോകുന്ന കാഴ്ചയാണ് പ്രിയമുള്ളവരെ നമുക്ക് കാണേണ്ടി വരുന്നത്. 92 ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു. അതിന് വലിയ പതിറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്, നിയമപരമായ വ്യവഹാരങ്ങളുടെ വലിയ ചരിത്രം, 19ാം നൂറ്റാണ്ടിന്റെ ഒടുക്കം മുതൽ ആരംഭിക്കുന്ന ചരിത്രം. ആ പള്ളിക്കകത്ത് രാത്രി നേരത്ത് കടന്നു കയറി വിഗ്രഹം ബലാത്കാരത്തിലൂടെ അവിടെ സ്ഥാപിച്ചൊരു ചരിത്രമുണ്ട്. ആ പള്ളിയുടെ ലീഗൽ നിയമപരമായ വ്യവഹാരവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പ്രാദേശിക നീതിന്യായ സംവിധാനം തെറ്റായ തീരുമാനങ്ങൾ എടുത്ത ചരിത്രമുണ്ട്. ഇവിടുത്തെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ നരസിംഹറാവുവിനെ പോലെ, രാജീവ് ഗാന്ധിയെ പോലെ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിമാർ തെറ്റായ തീരുമാനമെടുത്ത ചരിത്രം ആ മിനാരങ്ങൾക്ക് ഇവിടെ പറയാനുണ്ട്. അതിനുശേഷമാണ് 92 ഡിസംബർ 6 ആ പള്ളി തകർക്കപ്പെടുന്നത്. അന്ന് അതിന് സാക്ഷിയായിക്കൊണ്ട് ലാൽകൃഷ്ണ അദ്വാനിയെ പോലെയുള്ളവർ, ഉമാഭാരതിയെ പോലെയുള്ളവർ, വിനയ് കത്യാറിനെ പോലെയുള്ളവർ, മുരളി മനോഹർ ജോഷിയെ പോലെയുള്ളവർ, RSSന്റെ BJPയുടെ നേതാക്കൾ ഇവിടെ വർഗീയ ധ്രുവീകരണവും വംശീയ ആഹ്വാനം നടത്തിക്കൊണ്ട് ആ പരിസര പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് മറക്കാൻ സാധിക്കുകയില്ല. എന്നിട്ടും ഇവിടുത്തെ മുസ്ലിം സമൂഹം, ഈ മുസ്ലിം സമൂഹത്തിലെ സംഘടനാ നേതാക്കൾ, ഈ മുസ്ലിം സമൂഹത്തിന് നേതൃത്വം കൊണ്ടിരിക്കുന്ന ഉലമാക്കൾ, ഉമറാക്കൾ, അവരന്നും ഏറ്റവും അവസാനം സുപ്രീം കോടതി വിധി വരുന്നത് വരെയും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ നീതി നിർവഹണ സംവിധാനത്തിൽ നമുക്ക് വിശ്വാസമുണ്ട് എന്നായിരുന്നു, ഇവിടുത്തെ ഹൈക്കോടതിയിൽ നമുക്ക് വിശ്വാസമുണ്ട് എന്നായിരുന്നു, ഇവിടുത്തെ സുപ്രീം കോടതിയിൽ നമുക്ക് വിശ്വാസമുണ്ട് എന്നായിരുന്നു. പക്ഷേ പിന്നീട് എന്താണ് സംഭവിച്ചത് നിങ്ങൾക്കറിയാം. 2010 സെപ്റ്റംബർ 30 അലഹബാദ് ഹൈക്കോടതി വിധി വന്നു. അലഹബാദ് ഹൈക്കോടതി വിധി വന്നതിന്റെ പിറ്റേന്ന് അന്നത്തെ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്, ബഹുമാന്യനായ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള KK സുഹേൽ സാഹബ്, അദ്ദേഹം ഇംഗ്ലീഷിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ആ ലേഖനത്തിന്റെ തലക്കെട്ട് എന്താണെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് മസ്റ്റ് ബി ബ്ലൈൻഡ് നോട്ട് ഡംബ് ആൻഡ് ഡഫ് എന്നുള്ളതാണ്. നീതി എന്ന് പറയുമ്പോൾ നീതി ദേവതയുടെ ഒരു ചിത്രം പ്രതീകാത്മകമായി നമ്മൾ കാണാറുണ്ട്. ആ നീതി ദേവതയുടെ കണ്ണുകൾ ഇങ്ങനെ കെട്ടിയിരിക്കുകയാണ്. കണ്ണ് കെട്ടിയിരിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ നിഷ്പക്ഷമായ നീതി പറയണം, നീതി നിർവഹിക്കണം. അതുകൊണ്ട് നീതിയുടെ നിർവഹണം എന്ന് പറയുന്നത് ബ്ലൈൻഡ് ആയിരിക്കണം. പക്ഷേ അലഹബാദ് ഹൈക്കോടതി ബ്ലൈൻഡായി എന്ന് മാത്രമല്ല, അലഹബാദ് ഹൈക്കോടതി വിധി ഒരേ സമയം ബധിരമായിരുന്നു, മൂകമായിരുന്നു സത്യത്തിന് നേർക്ക് എന്നന്നേ തന്നെ ഈ പ്രസ്ഥാനങ്ങൾ ഇവിടെ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അപ്പൊ 3 പേർക്ക് നീതിയുടെ ഭാഷയിലല്ലാതെ ഒത്തുതീർപ്പിന്റെ ഭാഷയിൽ ഇവിടുത്തെ നീതിന്യായ സംവിധാനം സംസാരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് 2019 നവംബർ 9 സുപ്രീം കോടതി വിധി വന്നു.
സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച്, ഇന്ത്യയിലെ പ്രഗത്ഭരായ 5 ജഡ്ജിമാർ. ആ ജഡ്ജിമാർ ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. അതിലൊരാൾക്ക് പിന്നീട് രഞ്ജൻ ഗൊഗോയ് എന്ന് പറയുന്ന സുപ്രീം കോടതി ജസ്റ്റിസിന് രാജ്യസഭാ സീറ്റ് അനുവദിക്കപ്പെടുകയാണ്. അബ്ദുൽ നസീർ എന്ന് പറയുന്ന മറ്റൊരു ജഡ്ജിക്ക് ആന്ധ്രാപ്രദേശിലെ ഗവർണറായിട്ട് സ്ഥാനം കിട്ടുകയാണ്. എന്നിട്ട് ആ 5 അംഗ ഭരണഘടനാ ബെഞ്ച് അവര് പുറപ്പെടുവിച്ചതും നിങ്ങൾക്കറിയാം, ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തോടുള്ള കടുത്ത അനീതി പുലർത്തുന്ന ഒരു വിധിയായിരുന്നു. കൃത്യം 1 വർഷം കഴിഞ്ഞിട്ട് 2020 സെപ്റ്റംബർ 30-നാണ് ലക്നൌവിലെ പ്രത്യേക CBI കോടതി വിധി. പള്ളി തകർത്ത കേസിൽ ആ പള്ളി തകർക്കുന്നതിന് വിദ്വേഷകരമായ രീതിയിൽ ആഹ്വാനം കൊടുത്തിട്ടുള്ള, അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള 32 പേർ പ്രതികളായിട്ടുള്ള കേസിൽ ആ 32 പേരെയും വെറുതെ വിട്ടുകൊണ്ടുള്ള വിധിയും ഈ ലക്നൌവിലെ പ്രത്യേക CBI കോടതി പുറപ്പെടുവിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ എല്ലാ അർത്ഥത്തിലും മുസ്ലിം സമൂഹം ഇവിടെ വഞ്ചിക്കപ്പെടുകയാണ്. ചരിത്രത്തിന്റെ പിൻബലമില്ലാതെ, തെളിവുകളുടെ പിൻബലമില്ലാതെ വിധി തന്നെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ അവിടെ ക്ഷേത്രമുണ്ടായിരുന്നോ എന്നതിനൊരു തെളിവുമില്ല എന്ന് സുപ്രീം കോടതി വിധി പറയുന്നുണ്ട്. ആ പള്ളി അനധികൃതമായി കയ്യേറി പൊളിച്ചത് ക്രിമിനൽ ആക്ടാണ്, തെറ്റായ നടപടിയാണ് എന്ന് സുപ്രീം കോടതി വിധി പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയുകയാണ്, ആ ഭൂമി പൂർണ്ണമായും മറുപക്ഷത്തിന് കൊടുക്കണം. മുസ്ലിം സമൂഹത്തിന് ഔദാര്യമായിട്ട് ഉത്തർപ്രദേശിലെ മൂലക്ക് ഒരു 5 ഏക്കർ ഭൂമി കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ ആ 5 ഏക്കർ ഭൂമി ഇന്ന് സന്ദർശിച്ചാൽ നിങ്ങൾക്കറിയാം, ഇന്ത്യയിലെ 20 കോടിയിൽ പരം വരുന്ന, ഇന്ത്യൻ പോപ്പുലേഷന്റെ 15% വരുന്ന ഇന്ത്യയിലെ മുസ്ലിം സമൂഹം സുപ്രീം കോടതിയിൽ ഔദാര്യമായി നൽകിയ ആ 5 ഏക്കറിന് എന്ത് വിലയാണ് കൊടുത്തിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് ഇന്ന് ഉത്തർപ്രദേശിൽ നോക്കി പോയിട്ട് ആ ഭൂമി സന്ദർശിച്ചാൽ അറിയാം. അതിന് പുല്ലുവില പോലും ഇന്ത്യയിലെ മുസ്ലിം സമൂഹം കൽപ്പിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാം. കൽപ്പിച്ചിട്ടുണ്ടാകുമായിരുന്നെങ്കിൽ ഏതെങ്കിലും ഇന്ത്യയിലെ മുസ്ലിം സംഘടന മന്ദിരിന്റെ ഉദ്ഘാടനത്തിന് മുമ്പ് മസ്ജിദിന്റെ ഉദ്ഘാടനം നടത്തണമെന്ന ഒരു ഡിമാൻഡെങ്കിലും ഇവിടെ ഉയർത്തുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ഡിമാൻഡും ഇന്ത്യയിലെ ഏതെങ്കിലും മുസ്ലിം സംഘടനയുടെ ഭാഗത്തു നിന്ന് ഉയർന്നതായിട്ട് പ്രിയമുള്ളവരെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുകയില്ല. മുസ്ലിം സമൂഹത്തോട് വളരെ ദയനീയതയോടുകൂടിയും വളരെ സഹാനുഭൂതിയോടുകൂടിയും സഹതാപത്തോടുകൂടിയും ഒരുപക്ഷെ ആളുകൾ മുസ്ലിം സമൂഹത്തെ, ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തെ നോക്കിക്കാണുന്നുണ്ടാകാം. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ മുസ്ലിം സമൂഹം 992 ഡിസംബർ 6 മുതൽ 2010 സെപ്റ്റംബർ 30 വരെയുള്ള സുപ്രീം കോടതി വിധി വരെയുള്ള ആ കാലയളവിൽ ഈ മുസ്ലിം സമൂഹം നേടിയെടുത്തിട്ടുള്ള, ആർജിച്ചെടുത്തിട്ടുള്ള ചില തിരിച്ചറിവുകളുണ്ട്. നിങ്ങൾക്ക് പള്ളി നഷ്ടപ്പെട്ടില്ലേ? മുസ്ലിം സമൂഹം തന്നെയും ആത്മപരിശോധന സംബന്ധമായിട്ട് ആലോചിക്കേണ്ട വിഷയമാണ്. പള്ളി നഷ്ടപ്പെട്ടില്ലേ? പള്ളി തകർക്കപ്പെട്ടില്ലേ? ആത്മാഭിമാനം ചോദ്യം ചെയ്യപ്പെട്ടില്ലേ? ഈക്വൽ സിറ്റിസൺഷിപ്പ്, തുല്യ പൗരത്വം ചോദ്യം ചെയ്യപ്പെട്ടില്ലേ എന്ന് ചോദിക്കുമ്പോ മുസ്ലിം സമൂഹം ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, നഷ്ടപ്പെട്ടതിനേക്കാൾ അധികം നേടിത്തന്നിട്ടുള്ള ചരിത്രത്തിലെ അധ്യായമാണ് യഥാർത്ഥത്തിൽ ബാബരി എന്ന് പറയുന്നത്. ആ ബാബരിയിലൂടെയാണ് ഇന്ത്യയിലെ മുസ്ലിം സമൂഹം ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ സ്വഭാവം മനസ്സിലാക്കുന്നത്. ആ ബാബരിയിലൂടെയാണ് ഇന്ത്യൻ മുസ്ലിം സമൂഹം നേരത്തെ സൂചിപ്പിച്ച രീതിയിൽ എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് മനസ്സിലാക്കുന്നത്. ആ ബാബരിയിലൂടെയാണ് ഇന്ത്യൻ മുസ്ലിം സമൂഹം ഇന്ത്യയിലെ കോടതി വ്യവഹാരങ്ങളെ കുറിച്ച് കൂടുതൽ ഡീപ്പായി മനസ്സിലാക്കുന്നത്. ആ ബാബരിയിലൂടെയാണ് ഇന്ത്യയിൽ എങ്ങനെയാണ് ഹിന്ദുത്വ വംശീയത വർക്കൗട്ട് ചെയ്യുന്നത് എന്ന് മുസ്ലിം സമൂഹം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തകർക്കപ്പെട്ടതൊരു പള്ളിയാണെങ്കിലും ആ പള്ളി ഒരു നഷ്ടമാണെങ്കിലും അതിനേക്കാൾ മൂർച്ചയേറിയ സാമൂഹ്യ രാഷ്ട്രീയ അവബോധങ്ങൾ ഈ സമൂഹത്തിന് നേടിക്കൊടുത്ത ചരിത്രത്തിലെ അധ്യായത്തിന്റെ ഒറ്റവാക്കാണ് യഥാർത്ഥത്തിൽ ബാബരി മസ്ജിദ് എന്ന് പ്രിയമുള്ളവരെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ മുസ്ലിം സമൂഹത്തിലെ പുതിയ തലമുറ ഇത്തരം പുതിയ തിരിച്ചറിവുകൾ നേടിക്കൊണ്ടാണ് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഈ മുസ്ലിം സമൂഹത്തിലെ സ്കൂളുകളിൽ പഠിക്കുന്ന പുതിയ തലമുറയോട് നിങ്ങൾ ചോദിച്ചു നോക്കണം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്നാണ്. അവര് കണ്ണുമടച്ച് മറുപടി പറയും, 1947 ഓഗസ്റ്റ് 15-നാണ് ഇന്ത്യ സ്വതന്ത്രമായത്. ശരിയായ ഉത്തരമാണ്. പൊതുവിജ്ഞാനത്തിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്ന ഉത്തരമാണ്. ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിലെ പുതിയ തലമുറയിലെ കുട്ടികളോട് നിങ്ങൾ ചോദിച്ചു നോക്കണം, ഇന്ത്യ റിപ്പബ്ലിക് ആയതെന്നാണ്. അവര് കണ്ണുമടച്ച് മറുപടി പറയും, 1950 ജനുവരി 26-നാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്ന്. പക്ഷേ ഇത് പഠിക്കുന്നത് പോലെ
ഇത് മനസ്സിലാക്കുന്നത് പോലെ ഈ മുസ്ലിം സമൂഹത്തിലെ പുതിയ തലമുറ ഇന്ന് മനഃപ്പാഠമാക്കി വെച്ച ചില വർഷങ്ങളും മാസങ്ങളും തീയതികളുമുണ്ട്. അതിലൊന്നാണ് 1992 ഡിസംബർ 6 എന്ന വർഷവും മാസവും തീയതിയും. അതിൽ രണ്ടാമത്തേതാണ് 2020 സെപ്റ്റംബർ 30 എന്ന ബാബരി മസ്ജിദ് ധ്വംസന കേസുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി വന്ന വർഷവും മാസവും ദിവസവും. അഥവാ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായി നമ്മുടെ സ്വാതന്ത്ര്യ ദിനമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന് എത്രമേൽ സ്വാതന്ത്ര്യം ഇതിന്റെ അനുവദിച്ചു കൊടുക്കപ്പെടുന്നുണ്ട് എന്ന് ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിലെ പുതിയ തലമുറ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുള്ള, മനഃപ്പാഠമാക്കി വെച്ചിട്ടുള്ള വർഷവും തീയതിയും മാസവുമാണ് പ്രിയമുള്ളവരെ 2020 സെപ്റ്റംബർ 30 എന്ന് പറയുന്നത്. ഇന്ത്യയിലെ സുപ്രീം കോടതി എന്നാണ് സ്ഥാപിതമായത് എന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ ഫെഡറൽ കോർട്ട് ഓഫ് ഇന്ത്യ ബ്രിട്ടീഷ് ഭരണകാലത്ത് 937 സ്ഥാപിതമായി എന്ന് മനഃപ്പാഠമാക്കി വെക്കുന്നത് പോലെ തന്നെ മനഃപ്പാഠമാക്കി വെക്കുന്ന മറ്റൊരു തീയതിയാണ് സുപ്രീം കോടതി വിധി വന്ന 2020 സെപ്റ്റംബർ 30 എന്ന് പറയുന്നത്. അതുകൊണ്ട് സാമൂഹ്യമായ രാഷ്ട്രീയമായ പുതിയ തിരിച്ചറിവുകൾ ഇവിടെ പ്രദാനം ചെയ്തിട്ടുള്ള ചരിത്രത്തിലെ ഒരു ചരിത്ര പാഠവും ചരിത്രാധ്യായവുമാണ് പ്രിയമുള്ളവരെ ബാബരി മസ്ജിദ് എന്ന് പറയുന്നത്. ബാബരി മെമ്മോറിയൽ എന്ന പേരിൽ ഇന്ത്യയിൽ ഒരിടത്തും നിങ്ങൾക്കൊരു ബസ് ഷെൽട്ടർ പോലും കാണുവാൻ സാധിക്കുകയില്ല. ബാബരിയുടെ സ്മരണക്കെന്ന പേരിൽ ഇന്ത്യയിൽ ഒരിടത്തും ഒരു പള്ളി പോലും പൊങ്ങിയിട്ടില്ല. എന്തുകൊണ്ടെന്നാണ് ചോദിച്ചാൽ, മെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ അത് മരണപ്പെട്ടു പോയവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി സ്ഥാപിതമാകുന്ന ഒന്നാണ്. ഇന്ത്യയിൽ ഒരു ബാബരി മെമ്മോറിയലും ഇക്കാലയളവിൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ, റീസ്റ്റോർ ബാബരി എന്ന് പറയുന്നത്, റീഇൻസ്റ്റേറ്റ് ബാബരി എന്ന് പറയുന്നത്, റീബിൽഡ് ബാബരി എന്ന് പറയുന്നത്, ബാബരി പുനർനിർമ്മിക്കുക എന്ന് പറയുന്നത് ജീവസുറ്റ ഒരു സാമൂഹ്യ രാഷ്ട്രീയ മുദ്രാവാക്യമായിട്ട് ഈ രാജ്യത്തെന്നും നീതിബോധമുള്ള ആളുകൾ എവിടെ നിലനിൽക്കുവോളം നിലനിൽക്കുന്ന സജീവതയുള്ള ഒരു മുദ്രാവാക്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ബാബരി മെമ്മോറിയലുകൾ ഇവിടെ ഉയരാത്തത് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ചരമമടഞ്ഞ ചരമഗീതം പാടേണ്ട ഒരു അധ്യായത്തിന്റെ പേരുമല്ല ബാബരി എന്ന് പറയുന്നത്. ഇവിടെ നീതിബോധമുള്ള ആളുകൾ, ഇവിടത്തെ ഭരണഘടനയിൽ വിശ്വാസമുള്ള ആളുകൾ, ഇവിടെ മുസ്ലിം സമൂഹത്തിനെതിരിൽ നിർവഹിച്ചു പോരുന്ന അനീതിക്കെതിരിൽ ഐക്യദാർഢ്യപ്പെടുന്ന ആളുകൾ, അവരൊക്കെയും ഒത്തുചേർന്നുകൊണ്ട് ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ, അനീതിക്കിരയാക്കപ്പെട്ടവർ, വിവേചനങ്ങൾക്കിരയാക്കപ്പെട്ടവർ, അവരൊക്കെയും കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഇന്ത്യയിൽ ശക്തിപ്പെട്ടു വരുന്ന ഹിന്ദുത്വ വംശീയ പ്രത്യയശാസ്ത്രത്തിനെതിരിലുള്ള സമരസമില്ലാത്ത, സമരസപ്പെടാത്ത പുതിയ സമരങ്ങളും പോരാട്ടങ്ങളും തുറക്കുന്നതിന്റെ വാതായനത്തിന്റെ ആ ഡോറിന്റെ പേര് കൂടിയാണ് പ്രിയമുള്ളവരെ ബാബരി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ദിനങ്ങളിൽ റിപ്പബ്ലിക്കിനെ കുറിച്ച് ഡൽഹിയിൽ വലിയ പരേഡുകൾ നടക്കുന്ന സന്ദർഭത്തിൽ, പ്രധാനമന്ത്രിയുടെ വലിയ ഉദ്ഘോഷങ്ങൾ ഇവിടെ നടക്കുന്ന സന്ദർഭത്തിൽ ഈ റിപ്പബ്ലിക്കിന് എന്ത് കൊണ്ടിരിക്കുന്നു എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ഇതിന്റെ രാഷ്ട്രീയത്തെ, ഇതിന്റെ ന്യൂക്ലിയസിന്റെ, ഇതിന്റെ കോറിനെ മനസ്സിലാക്കിക്കൊണ്ട് ഈ വിഷയത്തോട് നിങ്ങളെല്ലാവരും ഐക്യദാർഢ്യപ്പെടണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.